എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരെയും സ്കിപ്പ് ചെയ്യാൻ ഫുൾ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്. ഇനി കുറ്റിപ്പൂച്ച കണ്ടങ്ങൾ നല്ല രസമുള്ള കുറ്റിപ്പൂച്ച കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പൂച്ചിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നു, നാളെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുകയുള്ളൂ, കുറച്ച് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ജനിച്ച കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഉമ്മ എവിടുന്നാണ്, ഇനി രണ്ടാമത്തെ പ്രസവമുണ്ടോ എൻ്റെ ഉമ്മക്ക്. ഇപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ കുറുമ്പ് കുറച്ച് കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ. നിക്കി, ഇവിടെ പേരാണ് നിക്കി മോളാണ്. ഞങ്ങൾ മോളാണ്, പാണല്ല പെണ്ണാണ്. അപ്പോൾ അതിൻ്റെ ഓൾ നമ്മളെ കുറുമ്പുകളൊക്കെ കാട്ടി നടക്കും. ചില സമയത്ത് വികൃതി കാട്ടും, ചില സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അവിടെ നിൽക്കും. പിന്നെ എൻ്റെ റൂമിൻ്റെ ആ ചെറിയ ഹോളുണ്ടല്ലോ, ഹോളിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന് സാധാ ഫുഡ്, നമ്മൾ മീൻ അങ്ങനത്തെ ഫുഡാണ്. അപ്പോൾ ഓനക്ക് ശീലമാക്കി കൊടുത്തിരുന്നത് മീനില്ലാതെ തിന്നാൻ കൊടുത്ത് ശീലമാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ മീൻ തന്നെ നമ്മളെപ്പോഴും കൊടുത്താൽ തന്നെ നമ്മളതിങ്ങനെ ഇതാവുമല്ലോ. അപ്പോൾ മീൻ എപ്പോഴെങ്കിലും ഒന്ന് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഓന് ഭയങ്കര വികൃസും കാട്ടിക്കൂട്ടും. ചില സമയത്ത് നല്ലൊരു വികൃതിയാണ്. അപ്പോൾ ഓന് എവിടെയെങ്കിലും സൗണ്ട് കേൾക്കണം. അവർക്ക് രാത്രി ഭയങ്കര പേടിയാണ്. കാടപ്പൂച്ചകളും മറ്റൊരൊക്കെ രാത്രി വരാറുണ്ട്. അപ്പോൾ അവർ ഉപദ്രവിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓന് എനിക്ക് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അവൻ്റെ വികൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഓന് ഞാനിപ്പോൾ ഈ സൈഡിൽ ഇവിടെ ഈ തിണ്ടുമ്പോൾ അങ്ങനെ ഇരിക്കും. തിണ്ടുമ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ ഇതിൻ്റെ ചോട്ട് കൂടി വന്ന് നിൽക്കലും അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അവിടെ നിന്നാലും അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരും. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാതെ ഇരുന്നതാണ്. അപ്പോൾ ഓൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ കാണിക്കേണ്ടതാണ് ഈ സ്വഭാവം. ഓന് ചിക്കൻ്റെ മണം, മീനിൻ്റെ മണമൊക്കെ കേട്ടാൽ ഉടനെ ഇവിടെ ഈ തിണ്ടിൻ്റെ അവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പരിപാടി കേട്ടോ. അതേപോലെ ഓൻ്റെ വികൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനക്കിപ്പോൾ ചിക്കൻ തിന്ന് ശീലമാക്കി കൊടുക്കാറില്ല. ഫുഡ് മാത്രമാണ് തിന്നാൻ കൊടുക്കാറ്. ചിക്കൻ എപ്പോഴെങ്കിലും തൊട്ടിച്ച് കൊടുക്കാറുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഓൻ്റെ ഈ ശരീരത്തിൻ്റെ ഇവിടെയുള്ള നിറമുണ്ടല്ലോ, ഇവിടെ അതിൻ്റെ മുന്നൊരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. മുന്നൊരു പൂച്ചൻ്റെ വാലവ നിറച്ച് തുപ്പുള്ള നല്ലൊരു പൂച്ചനായിരുന്നു. ഇതേ പൂച്ചയുടെ കളർ, അത് ആണാണ്. അപ്പം അവന് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വികൃതി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് അങ്ങോട്ട് വരാനുള്ളൊരു മോഹത്തിൽ വരെ നിൽക്കും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് വികൃസ് കാട്ടാന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനാണ് നിൽക്കുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാൻ അവന് തൊട്ടാൻ പറ്റൂല. ഇപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കിയ കാരണം കൊണ്ട് അവന് തൊടാനുള്ള ഇതില്ല. അപ്പോൾ അവന് ഫുഡൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിന് ശേഷം തൊടാനുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര വികൃതിയാണ്. കണ്ടോ, അവനൊക്കെ അവൻ്റെ അവിടെ എന്തോ കണ്ടിക്കണം. അപ്പോൾ കാണിച്ചു തരാം. ഇത് തിന്നലാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അല്ലാതെ വേറെ ഒന്നും എനിക്കില്ലടി. അപ്പോൾ ഓനെ ഉമ്മ പ്രസവിക്കാനായപ്പോൾ എൻ്റെ ഉമ്മ വേറെ സ്ഥലത്തോട് പ്രസവിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഇവൻ്റെ അടുത്ത് നിന്ന് പ്രസവിച്ചാൽ എന്താ ഉണ്ടാവാന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരാളും കൂടി എൻ്റെ വേറെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിത്തെ വേറെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് മൂത്തതും ചെറിയ കുട്ടികളും നോക്കുന്നുണ്ട്. മൂത്തത് പാവാണ്. അങ്ങനൊരു ചില ഇതിലുണ്ട്. വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ലൈക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ കാട്ടിക്കുട്ടിലൊന്ന് ഇട്ടാലോ എന്ന് വിചാരിച്ചു. അവൻ്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വല്ലാതൊന്നും അവനെ തൊടാതിരിക്കാൻ ഞാനും ഫുഡ് ഉണ്ടാക്കിയിട്ട് നേരെ ഞാനൊന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊന്ന് ഫുഡ് ഉണ്ടാക്കുന്നോട്ട് ഞാനങ്ങനെ വേറെ നെക്സ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ടൊന്ന് പോയാലോ എന്ന് അങ്ങനത്തെ രീതിയിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എന്തിനാണ് വീഡിയോ എടുക്കണതെന്ന് നിങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് വിചാരിക്കും വീഡിയോ എടുക്കട്ടെ എന്നാണ് വിചാരിക്കുക. അവന് ഭയങ്കര സാധനം. ഈ ക്യാമറ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നോട്ടാട്ടോ. അങ്ങനെയാണ്, ഭയങ്കര സാധനമാണ്. അപ്പോൾ ഓനക്ക് കളിപ്പാട്ട് ഇവിടെ ഇല്ല. കളിപ്പാട്ട് ഉണ്ടെങ്കിൽ ഓനവിടെ ഇരിക്കും. ഓനക്ക് എന്താ വിഷമം എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒരു വിഷമം ഉണ്ട്. പിന്നെ വികൃസത്തിന് ഒരു വ്യത്യാസമില്ല കേട്ടോ.
അപ്പോൾ ഓൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഓനക്ക് ഇങ്ങനെ എടുക്കണം ചിരിക്കണം. ഓന് ഇവിടുന്ന് വേറെ ഉടുക്ക് പോകാനുള്ള ഇതില്ല. ഇവിടുന്ന് ഉടുക്കെന്ന് പറഞ്ഞാൽ ഓന് ഇവിടുന്ന് ജനിച്ചതല്ല. അപ്പോൾ വേറെ ഉടുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊന്നും ഓനക്ക് അറിയില്ല. അപ്പോൾ ഓന് ഇവിടുന്ന് പോവില്ല. അങ്ങനത്തെ വിക്രസാണ്. നിക്കി മോളെ. അപ്പോൾ ഞാൻ നമ്മൾ വേറെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഓൻ ഓടും. എൻ്റെ അടുത്തേക്ക് വരുന്നതിനാണ് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവും. അങ്ങനത്തെ പരിപാടിയാണ്. ഉച്ച ഉണ്ടാക്കുന്നത് പേടിയാട്ടാ. കണ്ട ഞാൻ അപ്പുറത്തിന് തിരിച്ചു വരും. നിക്കി വാ. ഞാൻ പൂച്ചിൻ്റെ വീഡിയോ കുറച്ച് ദിവസത്തിന് ഇടാനെല്ലാം വിചാരിക്കാനുണ്ട്. അപ്പോൾ പൂച്ചിൻ്റെ വീഡിയോ പിന്നെ നിക്കിമോള് വാന്ന്. അപ്പോൾ ഓനക്ക് ഭയങ്കര പേടിയാണ് ക്യാമറ അടുത്തേക്ക് വന്ന കാരണം കൊണ്ട്. ഓനക്ക് പേടിയായി. ഇപ്പോൾ ഓൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം ഞാൻ സുന്ദരി കുട്ടനാണ്. ഇവിടെ നോക്കി ക്യാമറക്ക് നോക്കി. പക്ഷെ മാതിരി ഇട്ടാൽ ഭയങ്കര പണിയാട്ടാ. എന്താ അപ്പം ഞാനങ്ങനെ വല്ലാതെ ഒന്നും കളിപ്പിക്കാറില്ല. പക്ഷെ കളിപ്പിച്ച് എനിക്ക് അലർജി ആയതുകൊണ്ടും ഞാൻ വല്ലാതെ തൊട്ടം വല്ലാതെ തൊടാറില്ല. അപ്പം നമ്മൾ തൊട്ട എൻ്റെ മമ്മി ആരെങ്കിലും അറിയോ വെച്ചിട്ട് ഇങ്ങനെ നിന്നാ. എനിക്ക് ചിക്കൻ്റെ മണം, അപ്പോൾ ഒരു മീനിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ വന്നതാണ്. പക്ഷെ മീനില്ല ഇപ്പോൾ ഇവിടെ. അപ്പം ഞാൻ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടോ. അപ്പം ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുക്കാനുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വല്ലാതെ വീഡിയോസ് എടുക്കാറില്ല. ഞാൻ ഇവിടുത്തെ പോകുമ്പോൾ ഫുഡൊക്കെ തിന്നാനും അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ വികൃതിയാണ് കേട്ടോ. ഇപ്പോൾ മഴ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഓന് ഇവിടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഓന് ഇങ്ങനെ വരാൻ നല്ല ഉദ്ദേശമുണ്ട്. നിക്കി ഇപ്പോൾ എനിക്ക് ഡോറ് തുറന്നു വെക്കണം. അതിനാണ് നിൽക്കുന്നത്. പക്ഷെ ഡോറ് തുറന്നു വെച്ചാൽ എന്തൊക്കെ എടുക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. നിക്കി മോളെ. ഓനക്ക് ഫുഡ് തിന്നാൻ കൊടുത്തതാണ് ഇതിവിടെ. ഓനൊക്കെ തിന്നു വെച്ചാൽ ഇപ്പോൾ ഫുഡ് മീൻ അങ്ങനെ വല്ല കൊടുക്കാറില്ല. അതാ ദോശ, ചോറ് അങ്ങനത്തെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. കണ്ട ഓൻ എൻ്റെ തൊട്ടിക്കിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ ഇങ്ങനെ ഒട്ടി നിൽക്കും. ഓൻ്റെ സ്വഭാവം അതാ. ഞക്കോ നിക്കി മോളെ. നിക്കീസ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ വിടും. അപ്പോൾ അതെല്ലാവരും മുഴുവൻ കാണാം. അപ്പോൾ ഇത് പെണ്ണന്നെയാണ് കേട്ടോ. പെണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. പെണ്ണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓനക്ക് അറിയാം ഓന് നമ്മളൊന്നും ചെയ്യൂല. അങ്ങനെയുണ്ട്. ഇപ്പം എല്ലാവർക്കും നോമ്പാവുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാനത് ഫുള്ള് വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ച പോലെ വീഡിയോസ് എടുക്കാനുള്ള രീതിയാണ്. അപ്പോൾ ഞാനതിൻ്റെ പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അത് കാണാനും ഉണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവരും. അപ്പോൾ ഞാൻ കോഴിക്കളെ കാണിച്ചു തരാം. ഓൻ വരൂല. ഓന് ഞാൻ അവിടെ ഇരുന്നാൽ മാത്രമേ വരാറുള്ളൂ കേട്ടോ. അതാണ്. അപ്പോൾ നല്ല കാറ്റ് കിട്ടും. നമ്മളൊക്കെ കാറ്റ് വീശിയിട്ട് ഇല്ല. ഇവരിപ്പോൾ ഫുഡിന് വേണ്ടി വന്നിട്ടുണ്ട്. അതിനാണ് അപ്പോൾ ഇവിടെ നിന്നാണ്ട് കുതിര വെച്ചത്. അപ്പോൾ പ്രാവുണ്ട്. പ്രാവക്കൊരു കുട്ടിയുണ്ട്. അവനെ വലുതായി അവനെ കുറച്ച് ഉഷാറ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ടില്ല. ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു കുറച്ചൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാവുന്ന ശേഷം എടുക്കാമല്ലോ വിചാരിച്ചു. ഓരോരുത്തരും ഇങ്ങനെ എടുക്കാനായിട്ടില്ല. ഞാനിപ്പോൾ കോഴിക്കളെ മാത്രമേ എടുക്കണുള്ളൂ. ചെറിയ കുറച്ച് കോഴിക്കോൾസും പ്രാവ് പിന്നെ തൊപ്പിക്കോഴി ഇസ്കിക്കോഴി ഉണ്ടല്ലോ അമേരിക്കന്നും
കാരണം അമേരിക്ക ബാംഗ്ലൂരിൽ നിന്ന് എല്ലായിടത്തു നിന്നൊക്കെ കൊടുന്ന കോഴിക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ കോഴിയല്ല, ഒരു ചെറിയൊരു കുറച്ച് കോഴിക്കളുള്ളൂ. അപ്പോൾ അവരിപ്പോൾ കാണിക്കാനായിട്ടില്ല. കാണിക്കുകയാണെങ്കിൽ ഞാൻ കാണാം. അപ്പോൾ ഇപ്പോൾ കാണിക്കില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരെ കാണിച്ചാൽ 2 ദിവസം ആകുമ്പോഴത്തേനും ഓരിവിടെ ഉണ്ടാവില്ല. ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയാലോ. ഇപ്പോൾ ഇവിടെ ഒരു മൊയാനെ